വണ്ടി എടുത്ത്. സാറിതങ്ങോട്ടാ? എനിക്ക് പിള്ളേരെ കൂടെ കളിക്കണം. അത് വേണം. വേണം. നഷ്ടപ്പെട്ട എന്റെ ബാല്യം എനിക്ക് തിരിച്ചു പിടിക്കണം. എടാ മക്കളെ, എന്നെ കൂടി ചേർക്കടാ കളിക്കാൻ. എന്നെ കൂടി ചേർക്ക്. ഈപ്പൻ ഇടിക്കുള. മക്കളെ, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ. ഇത് ഞങ്ങൾ കളിച്ചോളാം. അവിടെ എവിടെയെങ്കിലും പോയിരി. അത് പോരാ. ഇപ്പൊ ഞാനും നിങ്ങളുടെ പോലെ ഒരു കുട്ടിയാ. ഇതൊന്നും ശരിയാവൂല. ഒരാഗ്രഹാണ്, പ്ലീസ്. വൈകിട്ട് വയസ്സന്മാരുടെ കളിയുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ കൂടെ കളിച്ചാ മതി. ചേടാ പുലിവാലായല്ലോ. നോർമലാ. ഇന്നത്തെ ഫുൾ ചെലവ് എന്റെ. ഞങ്ങള് 10-20 പേരുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. നോ പ്രോബ്ലം. എന്ത് വേണമെച്ചാ പറഞ്ഞാ മതി. ശരി, അപ്പൊ ഓക്കെ, റെഡി. എന്നാ നമുക്ക് കളി തുടങ്ങാം. അവിടെ നിന്ന് എങ്ങോട്ട് തള്ളി കയറി പോകുന്നത്? ചായയോ? ഒന്ന് പോയേ. രണ്ടിത്തിരി അങ്ങോട്ടോ സ്ഥലം. എടോ, ഇത് മുഴുവൻ എന്റെ സ്ഥല. നീ ആരാണ്ടാ ചോദിക്കാൻ? ഓ, വട്ടല്ലേ? ചെല്ല്, ഇവിടെ അങ്ങനെ കറങ്ങി നിൽക്കണ്ട. VIP കളൊക്കെ വരുന്ന സ്ഥലവാ. VIP വലിയ വലിയ ആൾക്കാര്. കേൾക്കില്ല. ഇതൊക്കെ ഉണ്ട്. ആളെന്നേരം നോക്കണം. ഇതാരാന്നറിയോ നിനക്ക്? പോട്ടെ. ആനച്ചേട്ടൻ വന്നാട്ടെ, നമുക്ക് അകത്തോട്ടിരിക്കാം. ഞാൻ പോവാ. Mirror is my best friend because when I cry, it never laugh. എടി, ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ട് നീ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? എനിക്ക് മനസ്സില്ല. എടി, ഈ പഞ്ചായത്തിലുള്ള എല്ലാ അണ്ടനും അടവോടെ മുഴുവനും നിന്റെ ഈ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഞാൻ നിനക്കൊന്ന് അയക്കും. 1-2 തവണ ഞാൻ ഡിലീറ്റ് ചെയ്തതാ. ഇനി അയച്ചാലുണ്ടല്ലോ. സ്വന്തം ഭാര്യയ്ക്ക് ഒരു റിക്വസ്റ്റ് അയക്കുവാനുള്ളൊരു അധികാര സ്വാതന്ത്ര്യം പോലും എന്റെ ഈ പഞ്ചായത്തിനില്ലേ? നിങ്ങളുടെ ലിസ്റ്റിലുണ്ടല്ലോ കുറേ എണ്ണം. ഹോങ്കോങ്, യൂട്യൂബ്, സൗത്ത് ആഫ്രിക്ക, ചെക്കോസ്ലോവാക്യ. പേര് പോലും നേരെ ചെവി വായിക്കാൻ അറിയാൻ മേല. എന്നിട്ടാ കഷ്ടം. എടി, ഞാനേ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാന്നുള്ള കാര്യം നീ വിസ്മരിക്കരുത്. അത് ഇവിടെയല്ലേ. അതിന്റെ കാര്യം കൂടുതൽ വിളമ്പണ്ട. എടി സോഫി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു സൗകര്യം തരൂലേ? അതല്ല, പിന്നെ മൈദ കൊണ്ടുള്ള പൊറോട്ടയാണോ ആട്ട കൊണ്ടുള്ള പൊറോട്ടയാണോ നല്ലത്? നിങ്ങളുടെ കാര്യത്തിലേ എല്ലാം കണക്കാ. ചെന്ന് കിടന്ന് ഉറങ്ങും മനുഷ്യ. എടി, അപ്പൊ നീ? ഞാൻ കുറച്ച് ലേറ്റ് ആവും. ചാറ്റി നീ നേരം വെളുപ്പിക്കടി. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. കണക്കായി പോയി. എന്റെ മനസ്സിലെന്താ പറയ്? ഒന്നുമില്ല. പിന്നെ എന്തിനായി ആ ഹാരിസിന്റെ കാര്യം എന്നോട് മിണ്ടണ്ട. ഉമ്മക്കെല്ലാം അറിയാം. പക്ഷേങ്കില് എനക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഹാരിസിന് എന്താ ഒരു കുഴപ്പം? പ്രായലേശം കൂടുതലാ, പണമില്ലേ, സ്വന്തം പൊരയില്ലേ. ഓൻ എന്ത് കുഴപ്പമില്ലാത്ത എവിടെ കോളും പിള്ളറും ഉണ്ടെന്ന് ഓനെന്നെ അറിയില്ല. എനക്കോനെ കാണുന്നതേ വെറുപ്പ. ഹാരിസിനോട് ഉമ്മ ബാക്ക് പറഞ്ഞു. നമ്മളീ അവസ്ഥ അതന്നെ ഓനെപ്പോലില്ലവരെ നോട്ടം. കാശ് കൊടുത്ത് പാട്ടിലാക്കുക. എന്റെ ബാപ്പ ഉണ്ടായിരുന്നില്ലേ നമുക്ക് ഗതി വരില്ലായിരുന്നു. ആടുന്നോടുന്ന് കടം മേടിച്ച് എത്ര നാളാ. നീ വിചാരിച്ചാല് ബാപ്പാന്റെ ചികിത്സക്കായ പൈസ ഇപ്പൊര വിറ്റിട്ടാന്ന് ഞാൻ കൊടുക്കും. ഇത് വിറ്റാൽ എന്ത് കിട്ടാനാ? പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും? ആ ഇസ്ത്രീ കുട്ടപ്പനെ കാണുന്നില്ലല്ലോടാ. ഓൻ വരും, കറക്റ്റ് സമയത്ത് വരും. വന്നല്ലോ.
രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളുടെ കാന്തിയും. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു പൊന്നെ. നിന്റെ വിഷമല്ലടാ, അത് സാരമില്ല. കൈക്ക് വല്ലാത്തൊരു തടിപ്പ്. കുഴപ്പമില്ല, ഇനിയൊക്കെ മാറിക്കോളൂ. അതെ, എനിക്ക് കുറച്ച് എമർജൻസി ഉണ്ട്. ഇതേ പിടി 500 പൊതിയ നോട്ടെടുക്കടാ പറഞ്ഞു. ഓ, പ്രിന്റ് ചെയ്ത് കിട്ടിയില്ലടാ കരിമ്പൂതമേ. കാശൊക്കെ കുറെ കാണും. ഇവനെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലോ? വിട്ടേക്കടാ, 100 100. അതാണ് ഒഴിയട കുളിരെന്ന് വിളിച്ചോ. നിന്നെ പിന്നെ കരളെ വിളിക്കാൻ പറ്റൂടാ. ഇവൻ ഇന്ന് പൂരക്കളി കളിപ്പിക്കും. ഇത്തിരി വെള്ളം വെച്ച് കുടിക്കടാ. കൊടുക്കടാ, കുടിക്കട്ടെ. ശാപം. കേറ്റി കുറച്ച് വെള്ളം വെച്ച് കുടിക്കടാ. എടാ, ഓ, നീ എനിക്കൊരു ഉമ്മ തരുവടാ. അതെന്നാ മതിയോ? നിനക്കെന്താടാ ഇന്ന് ഇത്ര സ്നേഹം? എടാ, നീ എനിക്ക് എന്റെ കൂടെ കുഴപ്പമല്ലടാ. അധികം മൂപ്പിക്കല്ലേ മുത്തേ. ഓളെന്റെ കരളാടാ. ഓഹോ, നീ ആയിട്ട് ഇടങ്ങേറുണ്ടാക്കരുത്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഓക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാടാ. ഇക്കാര്യത്തിൽ ഒരു മത്സരം വേണം. ഓളെ ഞാൻ തന്നെ കേട്ടും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കൂല പിന്നെ. നമുക്ക് ടോസ് ഇട്ട് നോക്കിയാലോ? മര്യാദക്ക് പറഞ്ഞ ഇവൻ കേൾക്കൂല. നീ കരുതി വെച്ചോ, നിന്നെ നാട്ടിൽ തന്നെ പുറത്താക്കും. അതിന് എന്റെ ബാപ്പ ദുബായി എന്ന് വന്നാൽ പോലും നടക്കൂല. മാറിക്കിടാ കൊണ്ട് ഗ്ലാസ് ഇപ്പൊ പൊട്ടിയത് തുടങ്ങി. ആ ഈ വന്നാ അല്ലാ, ഇതെന്താണ് എനിക്ക് പറ്റിയേ? എന്നെ ആരെങ്കിലും പെരുക്കിയാ? പത്തലും കോഴിക്കറിയും നല്ലോണം വായിൽ വെച്ച് കൊടുത്തോ എനക്കിട്ട് കൊട്ടാൻ. ആ ഈ നീ കുത്തിക്കേട് കാട്ടിട്ടുണ്ടാവും. നല്ലോണം പറ്റിയിട്ടുണ്ടല്ലോടാ. ഞാനും നല്ലോണം കൊടുത്തിനി. ഇന്നെന്തായിരുന്നു പ്രശ്നം? ഉമ്മ കുറച്ച് വെള്ളം ചൂടാക്കി. വർത്താനൊക്കെ പിന്നെ പറയാം. കോയമ്പുണ്ട്, എടുക്കട്ടെ? അല്ല, നിങ്ങൾ ഓനെ പറ്റല്ല എന്നെയാ? ആ എനക്ക് രണ്ടും കണക്കന്നെടാ. ഓനെ എന്നെ നെഞ്ചത്ത് കയറിയാ പണിതത്. ആ അപ്പൊ പ്രശ്നം മൈന തന്നെ. ആ, അത് തന്നെ പ്രശ്നം. ഓന് ഓളോട് പൂത്ത പ്രേമോ. അതിന് എനക്കെന്താടാ? എനക്കുണ്ട്. ഏ ഓളെന്റെ പെണ്ണ. ആണോ? ആ, അപ്പൊ പിന്നെ ഈ മീശയും വെച്ച് വെറുതെ തെക്ക് വടക്ക് നടക്കാതെ ആ മൊഞ്ചത്തിയെ പൊരയിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. അതിന് ഓള് സമ്മതിക്കണ്ടേ? ആഹാ, അപ്പൊ പിന്നെ ഓന്റെ മേക്കിട്ട് കയറിയിട്ടുണ്ടാ? എടാ, ഓളെ കൽവിളിച്ചി ഉണ്ടെങ്കിൽ ഓള് വരും. ധൈര്യത്തിൽ ചെന്ന് വിളിച്ചോക്ക്. വിളിച്ചു നോക്കാം. പിന്നെ അല്ലാതെ പെരുവഴിയിൽ കിടന്ന് ബയക്കുണ്ടാക്കണം രണ്ടെണ്ണം. എന്നാ പിന്നെ കോയമ്പെടു. ഒരു കാര്യം. അങ്ങനെ നമ്മുടെ വാസൂട്ടിയും കോടീശ്വരനായി. ഈ പാവങ്ങളെ മറക്കല്ലേ വാസൂട്ടി. അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏജന്റ് വന്ന് പറഞ്ഞതല്ല, നീ ആ ടിക്കറ്റ് ഇങ്ങ് എടുത്തിട്ട് വാ. അതാ ടൗണിൽ നിന്ന് എടുത്തോ. എടുത്താലെന്താ, നമുക്ക് ഇന്ന് ശരിക്കും ആഘോഷിക്കണം. ഇത് നോക്കിട്ട് പോരെ. ഈ 1 കോടി ഉറപ്പിക്ക നമ്മള് വാസൂട്ടിക്ക് തന്നെ. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിൽ പോയി ടിക്കറ്റ് പാടി വരാം. ടിക്കറ്റ് അല്ല, കോടിയാ കോടി. സൂക്ഷിക്കണം വാസൂട്ടി. വാസൂട്ടിയുടെ പ്രാർത്ഥന ദൈവം കേട്ട്. ടിക്കറ്റ് ഒന്ന് ഒത്തു നോക്കിയാലേ എനിക്കൊരു സമാധാനം. എന്നാ വാ, വണ്ടി കയറി. ഇന്നേ തോട്ടെ നമ്മളെ വക. കേറിക്കോ കേറിക്കോ. വേമ്പിട്ടോ, കൊന്നുപോലെ പൊന്തുകയാണ് ഇവിടെ വൻകിട റിസോർട്ടുകൾ. ഈ ഇട്ടാവട്ടത്ത് എന്തിനാണ് ഇത്ര റിസോർട്ടുകൾ? ടൂറിസത്തിന്റെ മറവിൽ മറ്റു പലതുമാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. വെറുമൊരു ഓണം കേറാമൂലയായി ഇവിടെ ടൂറിസവും റിസോർട്ടും വന്നതിന് ശേഷം വലിയ മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ചില ആൾക്കാർക്ക് മാത്രം. ചില നാറിയ കഥകൾ ഞാൻ ഇവിടെ വിളമ്പണോ? എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. മുഖംമൂടികൾ ആരുടെയൊക്കെയാണെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ഞാൻ വെല്ലുവിളിക്കും. ഇങ്ങനെ പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇവിടെ മാലിന്യങ്ങൾ കായലിലേക്കാണ് വലിച്ചെറിയുന്നത്. കക്കൂസ് മാലിന്യങ്ങൾ വരെ കായലിലേക്കാണ് വിടുന്നത്. വൻകിടക്കാർ ചുളു വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടുന്നു. അവസാനം ഇവിടെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും മാത്രം കാണത്തുള്ളൂ. അതിന് ചിലരുടെ ഒത്താശകളൊക്കെ ഉണ്ട് ഇവിടെ. തെളിച്ചു പറഞ്ഞോ, ആരാ ഒത്താശ ചെയ്യുന്നതെന്ന് അറിയാലോ. കണ്ണടിച്ച് പാൽ കുടിക്കുന്നു. ചിലപ്പോ വേണ്ടി വരും. എല്ലാം ബിനാമികൾ. കാടടച്ച് വെടിവെക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. ഇവിടെ നിയമാനുസൃതമല്ലാതെ നടക്കുന്ന എല്ലാ റിസോർട്ടുകൾക്കെതിരെയും നടപടി എടുക്കണം. ആരാ എന്താ ഒരു പിടിയിൽ. ഇവരെല്ലാരും കൂടി ഈ പഞ്ചായത്ത് മുഴുവൻ വാങ്ങിക്കൂട്ടും.
ചിലരുടെ പോക്കറ്റൊക്കെ ഇച്ചിരി കലക്കും. സംഭാവനയായാലും ഫണ്ടായാലും ഇവരുടെ അടുത്തോട്ടല്ലേ ചെല്ലുന്നത്. എന്നിട്ട് അവർക്ക് തന്നെ പാരയും പണയും. അനധികൃതമായും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിരീക്ഷണത്തിലാണ്. നടപടി ഉണ്ടാകും. തേങ്ങ കൊല. അവരുടെ പണത്തിന് മുമ്പ് കണ്ണുമഞ്ഞലിക്കുന്നവരെ എല്ലാവരും. ഇവിടെ ഒരു ചുക്ക് നടക്കും. മെമ്പർ അവിടെ ഇരിക്കണം. ഇതെന്താണ് നടക്കും നേതാവേ, നടക്കും. എന്ത് നടക്കുമെന്ന്? ഹർത്താൽ. നമുക്കൊരു ഹർത്താൽ നടത്തിയാലോ? എന്ത് കുന്തത്തിനാ? നമ്മളെപ്പോഴും നടത്തുന്നതല്ലേ, നമ്മളെന്തിനാ എപ്പോഴും നടത്തുന്നേ? അതേപോലെ നടത്തണം. സമരം നടത്താനും ഹർത്താൽ നടത്താനും കുറെ ആളുകൾ. പണ്ടൊക്കെ കേരളത്തെ ബംഗാൾ ആക്കുമെന്നായിരുന്നു. അപ്പൊ അത് ഏറെക്കുറെ ശരിയായി വരുന്നുണ്ട്. എന്നാ താനൊരു കാര്യം ചെയ്, ഈ കേരളം എന്നുള്ള പേര് മാറ്റിട്ട് ബംഗളം എന്നാക്ക്. ഐഡിയ. എന്ത്? ബംഗാളിക്കെതിരെ മലയാളി നടത്തുന്ന ഒരു ഹർത്താൽ. വാസൂട്ടി, ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. 1-2 മണിക്കൂറായി ഒരേ ഒരു ഇരിപ്പ. 1 കോടി. നീ അത് കളാബാസു, വിധിയാണെന്ന് കരുതിയാ മതി. എന്നോട് വേണ്ടായിരുന്നു. ഇതാരോ മനഃപൂർവ്വം ചെയ്യുക. ആരോ റൂമറടിച്ച് ഇറക്കിയതാ. വേറെ ഏതോ വാസൂട്ടിക്കാ സമ്മാനം. എന്നാലും ഞാനൊരു നിമിഷം. എടാ മരമണ്ട, ഇത് ലോട്ടറിയാ. കിട്ടിയാ കിട്ടി, പോയാ പോയി. നീ ഇതൊക്കെ കളഞ്ഞ് നീ നിന്റെ പണി നോക്ക്. ഏതായാലും ഞാൻ ഒന്നും കൂടെ പോയി നോക്കിയിട്ട് വരാം. ചിലപ്പോ അവർക്ക് തെറ്റിപ്പോയതാണെങ്കിലോ. കാണുന്നില്ലല്ലോ. ആ കുളിരേ, നീ എന്താ ഡ്യൂട്ടി കയറിയില്ലേ? ഓഫല്ലേ? നീ എപ്പൊ ഓണായിട്ട് വേണ്ടേ? നമുക്കിന്ന് വൈകിട്ട് ക്യൂവിൽ വെച്ച് കാണാം. ഒരു ക്വാർട്ടർ തൊട്ട് വാ, ശരിയാക്കി തരാം. ആന്ധ്ര നിന്നോട് ഞാൻ ഇറക്കുന്ന നിന്നോട് ചോദിക്കല്ലേന്ന്. അന്തസ്സായി ചോദിക്കുന്നു. അന്തസ് ചേട്ടന്ന് പോയേ. ആ പോവും. നീ ഒരു കാര്യം ചെയ്യണം. എടാ, ഞാനൊരു അർജന്റ് കാര്യത്തിന് വേണ്ടി നിൽക്കാണ്. നീ ആ ഡാനി ഒന്ന് വിളിക്ക്. ഇവൻ ഇത്ര അർജന്റാ? ഓടാർന്ന് സമാധാനം തരില്ല. ഈ കുടിയന്മാരെങ്കിലും തുടങ്ങി എന്ത് ചെയ്യും? നീ എന്തെങ്കിലും പറഞ്ഞോട് എന്നോട്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അല്ല, ഒരു 50 ഉറുപ്പ് തരുന്നുണ്ടോ വിചാരിച്ചിട്ട്? ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഫോണിൽ പറഞ്ഞതാ. നീ അതും നോക്കിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ അല്ല, ഞാനൊരു കണക്ഷന്റെ കാര്യം പറഞ്ഞിരുന്നു. ഐഡിയ ഫോട്ടോയും വേണം. അതൊക്കെയുണ്ട്. ഐഡിയ ആണോ? ഒരു ഐഡിയ ഇല്ല. ജിയ നല്ലത്. ആണോ? അൺലിമിറ്റഡാ. എന്നാ പിന്നെ അത് മതി. ഐഡിയ താനേ വന്നോളൂ. ശരിക്കും എന്താ പേര്? കുളിരോ? അല്ലല്ല, വിവേക്. റിക്വസ്റ്റ് തന്ന സ്ഥിതിക്ക് ഫോർവേഡ് ചെയ്യാല്ലേ? അപ്പൊ ഇന്ന് മുതൽ നമ്മൾ അൺലിമിറ്റഡ്. എന്നെ കല്യാണം കഴിക്കോ? പിന്നെ വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. അപ്പൊ നമുക്കൊരു മസാല ദോശ കഴിച്ചാലോ? മസാല ദോശ മാത്രമാക്കണ്ട, പിന്നെ നമുക്ക് ബോണ്ടയും ഉഴുന്നുവടയും കൂടെ ആയിക്കോട്ടെ. ഉഴുന്നുവട എനിക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ സമൂസയോ പരിപ്പൂടയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ റെഡിയാണല്ലോ? റെഡി. ഓക്കേ. ഇവരെ നമുക്ക് കാര്യമായിട്ട് തന്നെ സഹായിക്കും. സാറിനെ ദൈവം അനുഗ്രഹിക്കും. വേണം സാറേ. രണ്ട് കിഡ്നിയും പോയി. ഇനി എത്ര നാളാന്ന് അറിയില്ല. പണം ഒരു തടസ്സമല്ല. നിങ്ങൾ ഓപ്പറേഷൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. സാർ ഒരു കാര്യം ഏറ്റത് തന്നെ. ഈ സ്ഥലത്തിന്റെ ഈടിന്മേൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പിന്നെ കിട്ടുന്നിടത്തു നോക്കി കടം വാങ്ങിയുമോ. ഇത്രയും ലോൺ അത് എത്ര വരും? 3 ലക്ഷം മുതൽ. ആ തോമസേ സാർ, ബാങ്കിൽ പോയി ഇന്ന് തന്നെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഇന്ന് തന്നെ പോവാം സാർ. ആ അതെ, പിന്നെ ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എനിക്കിപ്പോ സ്ഥലത്തിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ പണം നിങ്ങൾക്ക് അത്യാവശ്യമാണല്ലോ. ജീവൻ രക്ഷിക്കാനായാൽ മതിയായിരുന്നു. ഈ കിടപ്പ് കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അതെ സർ, ഞാനിപ്പോ കരച്ചോണ്ടിരിക്കുക. തോമസേ, ഈ കൈ കൊണ്ട് കൊടുത്താട്ടെ. ഓ മോളെ ഒന്ന് ഇങ്ങോട്ട് വന്ന്. എന്താ മോളുടെ പേര്? മേഘലക്ഷ്മി. ഇത് അങ്കിളിന്റെ വക. അതെ, കുട്ടികൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊണ്ടു. പിന്നെ ബാങ്കിൽ നിന്ന് ആധാരം എടുക്കാനുള്ള കാര്യങ്ങൾ അത് ഇന്ന് തന്നെ ചെയ്യാം. സ്നേഹിച്ചാല് സ്വന്തം കിഡ്നി വരെ കൊടുക്കുന്ന ആളായി എന്റെ ഈ സാറ്. സാറിപ്പോ ദൈവത്തെ പോലെയാ. ഒരെത്തും പിടിയും കിട്ടാണ്ടിരിക്കായിരുന്നു. ഒരു വാടക വീട് നോക്കുന്നുണ്ട്. സാവകാശം മതി. പണം തിരിച്ചു തരുമ്പോൾ ഞാനിത് അങ്ങോട്ട് തന്നെ തന്നേക്കാം. വരണം സാർ. അയ്യോ, അതായത് മാറിപ്പോയി. ഞാനിട്ട് തരാം. അറിയായിരുന്നു. എന്റെ പൊന്ന് സാറേ, സാറിന് ഇത്രയും വലിയൊരു ഹൃദയം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി. അതെന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ഹൃദയം എവിടെയാണ് കേട്ടോ.
കൃഷ്ണേട്ടോയ് വായനശാലയുടെ കൊതുകു നിവാരണ യത്നം കഴിഞ്ഞ മാസമല്ലേ പിരിവ് തന്നത്? അത് കഴിഞ്ഞ മാസല്ലേ, ഇത് പുതിയതാ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഇത് തന്നെ വലിയൊരു പണിയാറുണ്ട് ചേട്ടോയ്. അതെ അതെ, നാട്ടുകാർക്കിട്ടുള്ള പണി. ഇതാണ് കുഴപ്പം, ഇത് തന്നെയാണ് കുഴപ്പം. ദിവസവും 500ഉം 1000ഉം മുടക്കി കുപ്പി മേടിക്കും. കണ്ട അമ്പലത്തിനും പള്ളിക്കൊക്കെ വാരിക്കോരിയും കൊടുക്കും. അത് നമുക്ക് മനസ്സുണ്ടായിട്ട്. പക്ഷെ ഇതോ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ചില്ലറ ചോദിച്ചാ എനക്കേടാ. ഇവരൊക്കെ തനി മുതലാളിമാരാടാ. ഇതൊരു ശീലാക്കണ്ട, അത്രേ ഉള്ളൂ. കൊല്ലത്തിലൊരു 10ഓ 12ഓ തവണ, അതും 300ഓ 200ഓ. കുറഞ്ഞു പോയല്ലോ. നല്ലൊരു പനി വന്നാലേ 10,000 ആശുപത്രിക്കാർ വിടുന്നത്. പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ലേ. എത്രയാ വേണ്ടത്? സംഭാവന അതിന് കണക്കില്ല. സംഭാവന കൂടുന്നതനുസരിച്ച് പരിപാടി ഗംഭീരാവും. അതന്നെ. ഇതാ 100 രൂപയുണ്ട്. 100 രൂപക്കാ 10,000ന്റെ വർത്താനം. 100 പോട്ടെ. ശരി ചേട്ടാ, പോട്ടെ. 100ഉം പോയി, ഒരു പഴവും. ആ നാറയെ കാണുന്നില്ലല്ലോടാ. അമ്മാതിരി ചെയ്തലടാ ചെയ്തത്. അല്ലെങ്കിൽ അവനൊരു എല്ല് കൂടുതലാ. ഓനല്ല എന്റെ മെക്കിട്ട് കയറാൻ വന്നത്. അതെ, ഓനെ കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാ. ഓ അമ്മിഞ്ഞ സ്നേഹം. കിടില്ല ലവ് സ്റ്റോറി. നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോടാ? അതെ അതെ, മൊത്തം നാറുവേ. അത് ഓനെടുത്തോട്ടടാ. നിനക്കൊന്നും മനസ്സിലാവൂലടാ. അവളായിരുന്നു എന്റെ കൂട്ട്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള ബാല്യം. അന്നീ ജാതി മതമൊന്നുമില്ല, സ്നേഹം മാത്രം. അവൾ എന്റെ പെണ്ണ. എന്നാ പിന്നെ ക്ലൈമാക്സ് ഇത്തിരി കടുക്കും. ചേട്ടാ, എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ. ഇല്ലടാ, ഈ കടലൊന്ന് ആഞ്ഞു വീശിയാൽ തീർന്നില്ലേ എല്ലാം. പിന്നെ എവിടെ താമസിച്ചതെന്താ? ആ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് എടുത്തു വെച്ചിരുന്നെങ്കിലേ നല്ലൊരു വക്കീലിനെ കാണാമായിരുന്നു. അതൊക്കെ എന്നെ തൂക്കി വിറ്റ്. അല്ല, എന്നാൽ ഇതിന്റെ ആ ഗുഡൻസ് ഒക്കെ അറിയണമല്ലോ ചേട്ടാ. എടോ, ഞാൻ വേറൊരു പ്രാർത്ഥന. ഇപ്പോഴാ ഓർത്തത്, സോഫിയ വീട്ടിൽ വന്നിട്ടുണ്ടോ? ചേട്ടാ, ഞാൻ അങ്ങോട്ട്. അയ്യോ, മറന്നുപോയി. ഇതെങ്കിലും കഴിക്കണം, എറിഞ്ഞൊന്നും കളയല്ലേ. നിന്റെ കൈകൊണ്ട് തരുമ്പോ മനസ്സും വയറൊക്കെ നിറയും. അവനിട്ടൊരു മുട്ടം പണി കൊടുക്കണം. എന്താ ഒരു പണി? മതം, അത് തന്നെയാണ് ആയുധം. അത് വച്ചൊരു കളി കളിക്കാം. ഓനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം. സമയവും സന്ദർഭമൊക്കെ ഒത്തുവരട്ടെ. രാത്രി പരിക്ക് പിച്ചും പയ്യും പറയാണോ അവിടെ? ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഉറക്കൂലോ? ഉമ്മ, ഇതൊരു റിഹേഴ്സലാ. റിഹേഴ്സലോ? മിണ്ടാണ്ടായിരുന്നു. ഉറങ്ങിക്കില്ലെങ്കിൽ ഫീസ് ഞാൻ ഊരും. കറണ്ടൊക്കെ ഇപ്പൊ എത്രയാ പൈസ? അല്ലേലും ഈ ഉമ്മ പണ്ടേ പാരയാ. നല്ല കാര്യം ആലോചിക്കുമ്പോ അപ്പടങ്ങൾ ഇട്ടോളൂ. എന്താടാ ഇപ്പൊ എന്നെ എന്തോ പറഞ്ഞാ? എല്ലാം എന്റെ മൈനക്കുട്ടിക്ക് വേണ്ടിയല്ലേ. Da